ഇംഗ്ലീഷ് വനിതാരത്നം സാറ ആഡംസ് അനാരോഗ്യം മൂലം വളരെ ക്ഷീണിതയായിരുന്നെങ്കിലും കർത്താവിലേറെ പ്രത്യാശയുള്ളവളായിരുന്നു. ഒരിക്കൽ സാറയുടെ സഭാപുരോഹിതൻ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ സ്വപ്നത്തെ ആധാരമാക്കി ചെയ്യാനിരുന്ന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പാടേണ്ടതിനായി ഒരു ഗാനം എഴുതുവാൻ സാറയോട് ആവശ്യപ്പെട്ടു. ഹാരാനിലേക്കുള്ള യാക്കോബിൻ്റെ യാത്രയിൽ സൂര്യൻ അസ്തമിച്ചതും കല്ല് തലയണിയാക്കി ഉറങ്ങിയതും സ്വപ്നത്തിൽ കോവേണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സാറ ആഡംസ് 1841 തൻ്റെ 36-ാമത്തെ വയസ്സിൽ രചിച്ചതാണ് നിയറർ മൈ ഗോഡ് ടു ദീ, നിയറർ ടു ദീ എന്ന പ്രശസ്തമായ ഗാനം. ഈ ഗാനത്തിൻ്റെ മലയാള തർജിമ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്നാരംഭിക്കുന്നതാണ്. കഷ്ടനഷ്ട ശോധനകളുടെ വേളയിൽ ഏറെ പ്രത്യാശയുള്ളവളായി തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സാറ ആ ഗാനം രചിച്ചത്. 1912 ഏപ്രിൽ മാസം 15 രാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള കന്നി യാത്രയിൽ ആഡംബരക്കപ്പലായ ടൈറ്റാനിക് ഹിമപാളിയിൽ ഇടിച്ച് തകർന്ന് 1502 പേരുടെ മരണത്തിനിടയാക്കിക്കൊണ്ട് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടപ്പോൾ കപ്പലിലെ വാദ്യ സംഗീത സംഘം ഈ ഗാനത്തിൻ്റെ ഈണമായിരുന്നു മീട്ടിക്കൊണ്ടിരുന്നത്. അത് ലോകശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു. ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ തൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്കും ശരീരം ശവക്കുഴിയിലേക്കും പോകുന്നു. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വാനമേഘങ്ങളിൽ പ്രത്യക്ഷമാകുമ്പോൾ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാവ് മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടെ ചേരും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ വിശുദ്ധന്മാർ പെട്ടെന്ന് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. എത്ര അത്ഭുതകരവും ആനന്ദകരവുമായ കൂടിക്കാഴ്ചയായിരിക്കും അത്. അന്യകണ്ണാലല്ല, സ്വന്തം കണ്ണാൽ തന്നെ നാം അവനെ കാണുവാൻ പോകുകയാണ്. എത്ര ഭാഗ്യകരമായ പ്രത്യാശയാണത്. നമുക്കുമിന്ന് ഇങ്ങനെ പറയാം, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.